ഇന്ന് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാവേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം. നല്ല ടേസ്റ്റുമാണ്. അകത്ത് നല്ല സോഫ്റ്റായിട്ടും പുറത്ത് നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഈ വെട്ട് കേക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരാൻ നേരത്തും വീട്ടിലാരെങ്കിലും പെട്ടെന്ന് വിരുന്നുകാർ വരാൻ നേരത്ത് വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും തയ്യാറാക്കി കൊടുക്കണമെന്ന് തോന്നാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാവേ. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പം ഈ 2 കോഴിമുട്ടയുടെ അളവിലാണ് ഞാനിത് കാണിക്കുന്നത്. കുറച്ച് കൂടുതൽ കൂട്ടാൻ നേരത്ത് കോഴിമുട്ടയുടെ അളവും കൂടെ കൂട്ടി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്ക ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് പൊടികളിട്ട് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് വലിയൊരു പാത്രം എടുക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് റവ, സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റവയുണ്ടല്ലോ അതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും പിന്നെ നെയ്യോ എണ്ണയോ ചൂടുള്ള എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചൂടാക്കിയിട്ട് ഒരു 2 സ്പൂണ് ഇതിലേക്ക് ചൂടോടുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒട്ടും തന്നെ നമ്മൾ വെള്ളമോ പാലോ ഒന്നും ചേർക്കാനില്ല. ആ മുട്ടയുടെ ആ വെള്ളം നമ്മൾ അടിച്ചെടുത്തല്ലോ അതിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. പൊടി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറേശ്ശെ മൈദയുടെ പൊടി ചേർത്ത് കൊടുത്ത് ഇത് നമ്മൾ മിക്സ് ചെയ്ത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് കുഴച്ചെടുക്കുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൈ ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് മുക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാവ് നല്ല സോഫ്റ്റ് ആക്കണം. ഇത് കണ്ടോ, ഇതുപോലെ സോഫ്റ്റായി. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സമയമില്ലെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് എണ്ണയിലിട്ട് ഇത് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ മാവെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒത്തിരി ഷേപ്പായിട്ട് നല്ല ഷേപ്പായിട്ട് ഉരുട്ടി ഷേപ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് പതുക്കെ ഇങ്ങനെ കൈകൊണ്ട് പതുക്കെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ആ കട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ നല്ല കട്ടൊക്കെ വീണ് നമ്മുടെ വെട്ട് കേക്കിൻ്റെ ഒരു ഷേപ്പിൽ വരും. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ ഒത്തിരി വലിയ ഉരുളകളാക്കി എടുക്കരുത്. ഇത് എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് വലുതാകും. അപ്പോൾ ഈ ഒരു സൈസിലെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടായി കഴിയുമ്പം എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എണ്ണ ആദ്യം നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകും, അകം ഭാഗം വേവത്തില്ല. ഇതുണ്ട്, സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളറായി ഇതുപോലെ കട്ട്സൊക്കെ വീണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള വെട്ട് കേക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കാം.